കഴിഞ്ഞ ദിവസം മുതൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട്. വിദേശികളടക്കം ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തിയെന്നാണ് ആ പോസ്റ്റ്. നിരവധി രാഷ്ട്രീയക്കാരും VIP-കളും സംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ലോഹിത് ഖാരാദ്യ എന്ന വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് വീഡിയോ എത്തിയിരിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുത്തതിന് BJP നേതാക്കളെ വിമർശിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ക്ലിപ്പിനൊപ്പം പ്രിയങ്ക ഗാന്ധി വധേര സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രവൃത്തി ദാരിദ്ര്യം പരിഹരിക്കുന്നതിനോ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോ സഹായിക്കുമോ എന്ന് ഖാർഗെ വീഡിയോയിൽ ചോദിക്കുന്നത് കേൾക്കാം. 2021 മുതലുള്ള നിരവധി വാർത്താ ലിങ്കുകൾ ലഭിച്ചു. വൈറലായ പോസ്റ്റുകളിൽ കാണുന്ന അതേ വസ്ത്രം ധരിച്ച പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റിലും ഉള്ളത്. പ്രിയങ്ക ഗാന്ധി സംഗമത്തിൽ വിശുദ്ധ സ്നാനം ചെയ്യുന്നു, ജവഹർലാൽ നെഹ്റുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് 2021 ഫെബ്രുവരി 11 ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഗംഗ, യമുന, പുരാണ, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ ടുഡേയും ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ് യൂട്യൂബ് ചാനൽ ഈ വാർത്തയുടെ പൂർണ്ണ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് പ്രിയങ്ക ഗാന്ധി 2025 മഹാകുംഭമേളത്തിൽ പങ്കെടുത്തിരുന്നില്ല. വൈറലായ ചിത്രങ്ങൾ 2021 മുതലുള്ളതാണ്. 2025 മഹാകുംഭത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തെന്ന വാദം തെറ്റാണ്. വാസ്തവത്തിൽ ഈ അടുത്തായി രാഹുലിനെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ഇത്തരം വ്യാജ വാർത്തകൾ ഏറെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പരിശോധനയിൽ വർഷങ്ങൾ പഴക്കമുള്ള പല വിവരങ്ങളുമാണ് ലഭിക്കാറ് എന്നതാണ് സത്യം. അതേസമയം മഹാകുംഭമേളയ്ക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാം. നിഷാദ് രജ് ക്രീസിലാണ് പ്രധാനമന്ത്രി അരയിൽ ഘട്ട് വഴി ത്രിവേണി സംഗമത്തിലെത്തിയത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പം മഹാകുംഭമേളയിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി തീർത്ഥാടന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി തുടർച്ചയായി സജീവമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയിലേക്ക് ലോകമെമ്പാടുമുള്ള ഭക്തരാണ് എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക സമ്മേളനമാണിത്. ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ മഹാകുംഭമേള തുടരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രമുഖ നേതാക്കളാണ് കുംഭമേളയിൽ പങ്കെടുത്തത്.